ചാർലി കെർക്കിൻ്റെ കൊലപാതകിയെ കയ്യോടെ പോലീസ് പിടികൂടി, FBI പിടികൂടി. അയാൾ 31 വയസ്സുള്ള കെർക്ക് യൂട്ടാ യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരൊറ്റ വെടികൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം തീർത്ത കഥ കഴിച്ച വ്യക്തി 22 വയസ്സുള്ള ടൈലർ റോബിൻസൺ. അയാളെ ഒരു 250 മൈൽ അകലെയുള്ള വീട്ടിൽ നിന്നാണ് പൊക്കിയതിൽ പോലീസിനോ FBI-ക്കോ വലിയ അഭിമാനിക്കേണ്ട കാര്യമില്ല. കാരണം പ്രധാനമായിട്ടും അയാളുടെ തന്നെ പിതാവാണ് കാട്ടിക്കൊടുത്തത്. അപ്പോൾ മകൻ ഈ പ്രതിയുടെ ചിത്രം FBI പുറത്തുവിട്ടത് കണ്ടപ്പോൾ പിതാവിന് സംശയം തോന്നി, മകനായിരിക്കുമെന്ന് സന്ദേഹം തോന്നി. അപ്പം മകൻ 250 മൈൽ വണ്ടി ഓടിച്ച് വന്നപ്പം അയാൾ പിതാവ് ചോദ്യം ചെയ്തു. അപ്പം മകൻ സമ്മതിച്ചു. അപ്പം അങ്ങനെ മകൻ പക്ഷേ പോലീസിന് പിടികൊടുക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യാനാണ് പയ്യൻ ആഗ്രഹിച്ചത്. പക്ഷേ പിതാവ് നിർബന്ധിച്ചു. ഒടുവിൽ അവരുടെ ഒരു മിനിസ്റ്റർ ആ വൈദികനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമാണ് FBI വിവരം അറിയിക്കുന്നത്. എന്തായാലും FBI $1,00,000 ഇങ്ങനെ ഇയാളെ കാട്ടിക്കൊടുക്കുന്നവർക്ക് $1,00,000 ഇനാം പ്രഖ്യാപിച്ചിരുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട്. പിന്നെ അത് പക്ഷേ പിതാവൊന്നും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. എന്തായാലും ഈ കൊലപാതകം പിന്നെ പല ചോദ്യങ്ങളും ഉണർത്തുന്നുണ്ട്. ഈ ചാർലി കെർക്ക് ഇത്രമാത്രം ശക്തനായി മാറിയത്, ഇത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയായി മാറിയത് എങ്ങനെയാണ്? വാസ്തവം പറഞ്ഞാൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ, ഇയാളുടെ ഇന്ത്യാവിരോധം, പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മറ്റ് ചില കാര്യങ്ങൾ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നുന്നില്ല. കാരണം നമ്മൾ ഇന്ത്യക്കാർ പലരുമല്ല, മിക്കവരും തന്നെ ഇങ്ങനെയുള്ള യാഥാസ്ഥിക ചിന്താഗതിക്കാരാണ്. അതായത് ഈ പിന്നെ അനിയന്ത്രിതമായ ഗർഭഛിദ്രം നടത്തരുതെന്നല്ല, പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതൊരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുന്നു. അതായത് അനിയന്ത്രിതമായി ജീവിക്കുക, അനിയന്ത്രിതമായി ഇങ്ങനെ പിന്നെ ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഛിദ്രിപ്പിച്ച് കളയുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു മോശപ്പെട്ട കാര്യമല്ല, അതൊരു സാധാരണ സംഭവം. പിന്നെ അതൊരു ഒരു ശാരീരിക പ്രക്രിയ പോലെ അങ്ങനെയുള്ള ഒരു ചിന്താഗതി. അത് ശരിയാണോ വാസം പറഞ്ഞാൽ? ഈ ഒരു കുട്ടിയെ കൊല്ലുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. പിന്നെ ഈ LGBTQ അത് പിന്നെ പുരുഷന് സ്ത്രീയാകാം, സ്ത്രീക്ക് പുരുഷനാകാം, അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊസീജിയർ ഉപയോഗിക്കാം. ഇതൊക്കെ പറയുന്നത് ശരിയാണോ? ഈ ആണും പെണ്ണുമായിട്ടാണ് മനുഷ്യരൊക്കെ ജനിച്ചത്. അങ്ങനെയല്ലാതെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം നമ്മളിൽ ഇന്ത്യക്കാരിൽ മിക്കവരും വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്. പിന്നെ ചുരുക്കം ചിലർ അങ്ങനെയല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല താനും. അത് പക്ഷേ എത്ര പേരുണ്ടാവും? പക്ഷേ അതൊരു സംസ്കാരമായിട്ട് മാറ്റിയെടുത്തിരിക്കുന്നു. ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണാകാം, അങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യാം, ചെറിയ പിള്ളേരെ വീട്ടുകാരറിയാതെ പോലും. അപ്പോൾ അങ്ങനെയുള്ളതിനെ ഇയാൾ എതിർത്തു. പിന്നെ ഈ മതപരമായ പല കാര്യങ്ങളും അയാൾ അനുകൂലിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ നമ്മളുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇന്ത്യക്കാർ മിക്കവരും അനുകൂലിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചാർലി കെർക്കും പിന്നെ പറഞ്ഞിരുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ അയാളെ കൊല്ലേണ്ട, അതുകൊണ്ട് അയാൾ വലതുപക്ഷമായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലതുപക്ഷമായി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇടതുപക്ഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി, അവരുടെ ചില തിയറികളുണ്ട്. പിന്നെ നിരീശ്വരവാദം, അതുപോലെ തന്നെ എന്നാൽ അവരെല്ലാവരും പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രത്തിൽ പോകുന്നവരും ഒക്കെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു തുല്യത ഉണ്ടാവണം, ആ ഒരു ആവശ്യം, അതൊക്കെയാണ് ഇടതുപക്ഷം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഈ അക്രമം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു മുഖമുദ്രയായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അക്രമം അവരുടെ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുന്നു. അതിനെയും നമ്മൾ എതിർക്കുന്നു. അപ്പോൾ ഈ അമേരിക്കയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് പിന്നെ അബേർഷൻ തെറ്റാണ്, അല്ല അനിയന്ത്രിതമായ അബേർഷൻ തെറ്റാണ്. LGBTQ ഒരു ഗ്ലോറിഫൈ ചെയ്ത് അതൊരു സംസ്കാരമാക്കി മാറ്റുന്നത് തെറ്റാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു വലതുപക്ഷമായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും അതിൻ്റെ പേരിൽ കൊലപാതകം ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പോൾ ഈ കൊല ചെയ്ത പയ്യൻ അവൻ്റെ തോക്കിൻ്റെ കേസിലൊക്കെ LGBTQ-നെതിരെ പിന്നെ ഇയാൾ സംസാരിക്കുന്നു. അത് വളരെ ഹീനവും ഫാസിസമാണ്, അത് പിന്നെ നാസി പരിപാടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ എതിർക്കുന്നു, അത് സംസാരത്തിലൂടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരാളെ കൊല്ലാൻ മാത്രം മതിയായ ഒരു കാരണമാണോ അത്? വാസ്തവം പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ പറയുന്ന ആശയം ഇല്ലാതാവുന്നുണ്ടോ? അപ്പോൾ ആ ആശയങ്ങൾ കൊണ്ട് ആണ് നേരിടേണ്ടത്, അല്ലാതെ തോക്കുകൊണ്ടല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പം ഇടതുപക്ഷത്തുള്ളവർ പറയുന്നത് അത് അനിയന്ത്രിതമായ തോക്കുകൾ
തോക്കുകൾ കൈവശം വെക്കാനുള്ള അനുവാദം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ തോക്കുകൾ കൈവശം വെക്കാൻ അമേരിക്കയിൽ ആവശ്യത്തിലധികം തോക്കുകളുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ കൈവശം വെക്കാൻ ആർക്ക് വേണേലും കൈവശം വെക്കാം, പിന്നെ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അത് മാറ്റാനൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, സെക്കൻഡ് അമെൻഡ്മെൻറ്റ് കൃത്യമായിട്ട് തോക്ക് ഉപയോഗിക്കാനായിട്ട് അവകാശം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ആദ്യകാലത്ത് തോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ശത്രുക്കളെ നേരിടാനും ഈ പിന്നെ എതിരാളികളെ നേരിടാനും പിന്നെ മൃഗങ്ങളെ നേരിടാനും ഒക്കെ. അപ്പോൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ആശയങ്ങളുടെ പേരിൽ ഒരാളെ ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ അയാളുടെ ഭാര്യ, ഈ കൊല്ലപ്പെട്ട കെർക്കിൻ്റെ ഭാര്യ, അവരെന്തോ 2012 അരിസോണ മിസ് അരിസോണയോ മറ്റോ ആയിരുന്നു, എറിക്ക ഫ്രാൻസ്വ. അപ്പോൾ അവരൊരു കൊന്ത പുറത്ത് കാണിച്ചാണ് ആളുകളെ കാണുന്നത്. അവർ കാറിൽ പോകുമ്പോൾ ആ കൊന്തയാണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അവർ ഒക്കെ വലിയ വിശ്വാസികളും ഒക്കെ ആയിരിക്കണം. എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ വിമാനത്തിലാണ്, അതായത് എയർഫോഴ്സ് 2, അതിലാണ് ഈ മൃതദേഹം യൂട്ടായിൽ നിന്ന് കൊണ്ടുപോയത്, അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിൽ സെക്കൻഡ് ലേഡി ഉഷ വാൻസ് ഉണ്ടായിരുന്നു. ആ ഉഷ വാൻസിൻ്റെ കയ്യിൽ പിടിച്ചാണ് ഈ എറിക്ക ഫ്രാൻസ്വ അവർ വിമാനം ഇറങ്ങുന്നത്. അതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് ഈ പത്രങ്ങളിൽ കാണാം, പത്രങ്ങളിലും വീഡിയോയിലും ഒക്കെ കാണാം. അപ്പോൾ അത്രമാത്രം ആ ഉഷ വാൻസ് അവിടെ തിളങ്ങുന്നതായിട്ട് നമ്മൾ തോന്നുന്നു. ഇവരെ ആശ്വസിപ്പിക്കുന്ന അവിടെ JD വാൻസും ഇവർ രണ്ടുപേരും വളരെ ശ്രദ്ധ നേടിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിൽ JD വാൻസ് വളരെ ടച്ചിങ് ആയിട്ട് പറയുന്നത് ഈ JD വാൻസിനെ പോലെ തന്നെയായിരുന്നു ഈ കെർക്കും എന്നാണ് പറയുന്നത്. കാരണം ഇവർ രണ്ടുപേരും 2016 ഈ ട്രംപിനെ കാണുന്നത്. അതുവരെ ട്രംപിൻ്റെ ശത്രുക്കളായിരുന്നു ഇവർ. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ട്രംപിൻ്റെ ആളുകളായി മാറിയത്. അതായത് ഇവർ രണ്ടുപേരും JD വാൻസ് പറയുന്നത് ഇവർ രണ്ടുപേരും അമേരിക്ക ഒരു ഗ്ലോബലിസത്തിലേക്ക് പോകുന്നു. അതായത് ഈ അതിർത്തികളൊക്കെ വിട്ടിട്ട് എല്ലാ രാജ്യത്തു നിന്ന് ആളുകൾ ഇവിടെ വരുന്നു. ഒരു ഗ്ലോബൽ കൺട്രി ആയിട്ട് മാറുന്നു, ഗ്ലോബലിസത്തിലേക്ക് പോകുന്നു. അതിന് പകരം ഈ നാഷണലിസത്തിലേക്ക്, അതായത് അമേരിക്കയുടെ മാത്രം, വേറെ ആരെയും അടുപ്പിക്കേണ്ടതില്ല, വേറെ ആരുമായിട്ടും ബന്ധം വേണ്ടെന്നുള്ള ഒരു നാഷണലിസത്തിലേക്ക് പോകുന്നതിന് നയിക്കാൻ അതിന് പറ്റിയ ഏക നേതാവ് ട്രംപാണെന്നാണ് JD വാൻസും ഈ കെർക്കും വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നത്. അല്ലാതെ ഇവർ രണ്ടുപേരും ട്രംപിൻ്റെ അനുകൂലികളൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും ഈ ട്രംപിനോടുള്ള ആ ഒരു വിധേയത്വം പിന്നീട് ഇരുവരും ട്രംപിൻ്റെ സ്വന്തം ആളുകളായി മാറി. അപ്പോൾ അതുകൊണ്ടാണല്ലോ ട്രംപ് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ പങ്കെടുക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി നൽകുമെന്നും പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു ഇന്ത്യക്കാരനും കൂടെ ശ്രദ്ധാപുരുഷനായി. അത് മറ്റാരുമല്ല, നമ്മുടെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ. അപ്പോൾ ഈ വെടിവയ്പ് നടന്ന അധികം താമസിയാതെ കാഷ് പട്ടേൽ പ്രഖ്യാപിച്ചു പ്രതിയെ പിടികൂടിയെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ അത് തിരുത്തി, പിടികൂടിയിട്ടില്ല, പിടികൂടിയ ആളെ പറഞ്ഞു വിട്ടു, അന്വേഷണം തുടരുന്നു എന്ന്. അപ്പോൾ അത് FBI ഡയറക്ടറുടെ ഒക്കെ ഒരു ശോഭ കെടുത്തിക്കളഞ്ഞു, ഒരു മുഖം കെടുത്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസിലൊക്കെ അത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നു. പൊതുവിൽ എടുത്തിയാടി പറഞ്ഞു. അപ്പം പരിചയമില്ലാത്തതുകൊണ്ടും ഈ രംഗത്ത് അത്രയധികം അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ FBI ഡയറക്ടറും മറ്റും തെറ്റായ ഒരു വിവരം കൊടുക്കുകയും അധികം താമസിയാതെ തന്നെ അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ആ FBI ഒരുപാട് പ്രഗത്ഭരായുള്ളവരും പരിചയസമ്പന്നരായ ആളുകളെല്ലാം ഇവരെല്ലാം പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെ കേസ് വേണ്ട വിധത്തിൽ അന്വേഷിക്കാനൊന്നും ആളുകളില്ലാത്തൊരു അവസ്ഥ വന്നു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളും ഒക്കെ പറ്റുന്നതെന്നും പറഞ്ഞാണ് ആ റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും കാഷ് പട്ടേൽ പിന്നെ അത് തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. നമ്മൾ ഇനി റെസ്റ്റ് ഇൻ പീസ് ബ്രദർ, നമുക്ക് വൽഹാലയിൽ വെച്ച് കാണാം. വൽഹാല എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോർഡിക് മിത്താണ്. അത് നോർഡിക് അവരുടെ എന്തോ ഒരു പുരാണത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ ഈ അവരുടെ മരണാനന്തര സ്ഥലം ഈ വൈക്കിങ്ങുകളും മറ്റുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെന്നെത്തുന്ന സ്ഥലമാണ് ഈ വൽഹാല. അവിടെ വെച്ച് സ്വർഗം പോലൊരു സ്ഥലമെന്ന് നമുക്ക് കരുതാം. ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ വെച്ച് കാണാമെന്നാണ് കാഷ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാഷ് പട്ടേലിൻ്റെ ആ പ്രഭ ഒരല്പം മങ്ങുന്നതിന് ഈ സംഭവം കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുമെന്നൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളി സ്റ്റീഫൻ മില്ലർ ആണെന്നാണ് പറയുന്നത്. സ്റ്റീഫൻ മില്ലർ വൈറ്റ് ഹൗസിലെ
ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫാണ്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ആൾ. അങ്ങേരാണ് ഈ ഈ ഇമിഗ്രൻസിനെതിരെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അതിന് ഇമിഗ്രൻസിനെ എല്ലാം പുറത്താക്കാൻ വേണ്ടി നടപടികളെല്ലാം ശക്തിപ്പെടുത്തുന്നതും. എന്തായാലും ഈ കെർക്കിനെ കൊല്ലേണ്ടിയിരുന്നില്ല. ആശയങ്ങളെ കൊണ്ടാണ് നേരിടേണ്ടത്, വെടിയുണ്ടകൾ കൊണ്ടല്ല. അതുകൊണ്ട് ആ ആശയം ഇല്ലാതാവാൻ പോകുന്നില്ല, വീണ്ടും അത് നിലനിൽക്കും എന്നുള്ളൊരു പാഠമാണ് നമ്മളിവിടെ പഠിക്കേണ്ടിയിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഈ കൊലപാതകം കണ്ടപ്പോൾ ഓർത്തുപോയത് ഈ കെന്നഡിയുടെ ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകമാണ്. വാസ്തവം അന്ന് ഇതുപോലെ തന്നെയാണ് ജോൺ എഫ് കെന്നഡി ഇങ്ങനെ വളരെ ആവേശപൂർവ്വം ആളുകളെ കൈവീശി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡാലസിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇദ്ദേഹം കെർക്ക് ആവേശപൂർവ്വം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ LGBTQ കക്ഷികൾക്ക്, ട്രാൻസ്ജെൻഡർ കക്ഷികൾക്ക് തോക്കിന് ലൈസൻസ് കൊടുക്കേണ്ടതില്ല, അതിൻ്റെ കാരണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾക്ക് വെടിവെക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈ വെടിവെച്ച ടൈലർ എന്നാണ് കരുതുന്നത്.